യൂട്യൂബ് പോലെയല്ല, ടിക്ടോക്കിൽ ആക്ച്വലി ഗെയിം പരിപാടികളുണ്ട്. അത് ഇവിടെ ഉള്ളവർക്ക് അത്രത്തോളം അതിനെപ്പറ്റി വലിയ അറിവുണ്ടാവില്ല. ടിക്ടോക്കിൽ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. ആ ഗെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിലപ്പുറമാണ് നമുക്ക് അതിന്റെ ഒരു ഇൻകം സ്റ്റാറ്റസ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ. ഹായ് ഗൈസ്, നമ്മുടെ ഇപ്പം ചേച്ചി ഇപ്പം പറഞ്ഞില്ലേ, അതായത് നമ്മുടെ നാട്ടിലെ യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നേക്കാളും ടിക്ടോക്കിൽ നിന്ന് ഒരു ഗെയിം വഴി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതെങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ നാട്ടിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. ഒരിക്കലും അവരെ കുറ്റം പറയുമൊന്നുമില്ല. അവർക്ക് അവരുടെ അവസ്ഥ കൊണ്ട് അവർ തെണ്ട് ജീവിക്കുന്നുണ്ട്. അതായത് ഒന്നുമില്ലാതെ ഒന്നും രണ്ടും ഒക്കെ അവർ പിച്ചപാത്രം കൊണ്ട് തെണ്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇരുന്നൊരു ഒരു ടിക്ടോക്കിൽ ഒരു ലൈവ് വിട്ട് ഒരു ഗെയിം വിട്ട് അതിൻ്റെ അകത്ത് ഇരുന്ന് തെണ്ടലാണ്. അത് ഗിഫ്റ്റ് അടിക്കുക, പൂ അടിക്കുക, കായ അടിക്കുക എന്ന് പറഞ്ഞിട്ട് അത് മാറി ക്യാഷ് ആക്കി എടുക്കാറുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ, സാധാരണക്കാർ ആൾക്കാർ, ഇവരെ ഈ പഞ്ചാര വർത്താനം കേൾക്കാൻ നേരത്ത് ഗിഫ്റ്റ് അടിച്ചു കൊടുക്കാറുണ്ട്. അത് അവരോട് ഇഷ്ടമാണ്, അടിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അതിനെയാണ്. എന്നിട്ട് അവരൊരു ഓമന പേര് ഇട്ടിട്ടുണ്ട്, ഗെയിം എന്നും. പുച്ഛം മാത്രം. ഇവരോടൊന്നല്ല, ഈ ഇങ്ങനെ ഇരുന്ന് ഓൺലൈനിൽ ഇരുന്ന് തെണ്ടി ജീവിക്കുന്ന ആൾക്കാരോട് പുച്ഛം മാത്രം. ഇതിനേക്കാണ് കട്ടപ്പാര എടുത്ത് കക്കാൻ വെക്കൂടെ?